നമസ്കാരം. കേരളവയുടെ ഇന്നത്തെ അതിഥി യഥാർത്ഥത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് നന്ദൻ കുറ്റിക്കാട്. അക്കാലത്തെ വായനയുടെ ഏറ്റവും വലിയ വിഹിതം പറ്റിയ കൃതികൾ എമ്മുകുന്നന്റെ കൃതികളായിരുന്നു. എമ്മുകുന്നന്റെ കൃതികളിൽ നിങ്ങളെ സ്വാധീനിച്ചത് അതിൻ്റെ ആശയപരിസരം, അന്ന് ലോകത്ത് മുഴുവൻ എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ അസ്തിത്വവാദത്തിൻ്റെ ആ ഒരു ഒഴുക്ക്, അതൊക്കെ നിങ്ങളുടെ ചർച്ചകളിലും ഓവിയൻ്റെ മുകുന്ദൻ്റെ പുസ്തകങ്ങളിലും ഏതൊക്കെയായിരുന്നു നിങ്ങളെ ഇൻഫ്ലുവൻസ്? മുകുന്ദൻ്റെ എടുത്തു പറയാവുന്ന നോവൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളാണ്. അത് അന്ന് മയ്യഴിയിലെ ജീവിത ചുറ്റുപാടുകൾ, പ്രത്യേകിച്ച് ഫ്രാൻസിൻ്റെ അധീനതയിലുണ്ടായിരുന്ന മയ്യഴി, ആ മയ്യഴിയിലെ അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളാണ് നോവലിൽ പറയുന്നത്. പിന്നെ ഇദ്ദേഹം ഈ ഫ്രഞ്ച് എംബസിയിലുള്ള കാലത്ത് ഫ്രഞ്ച് പഠിക്കുകയും അന്ന് ഫ്രാൻസിൽ ഉള്ള സാഹിത്യകാരന്മാർ സാർത്ര, കാമു, അങ്ങനെയുള്ള ഫ്രാൻസിലെ സാഹിത്യകാരന്മാർ, കാഫ്കെ, അങ്ങനെ ഒരു സറിയലിസ്റ്റിക് കഥകളുമായിട്ടുള്ള പരിചയം അത് പലപ്പോഴും മലയാളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. ഇപ്പം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അതിൽ ദാസന്റെ അസ്തിത്വ ദുഃഖമാണല്ലോ അതിൽ പറയണത്. അതിലൊരു കുഞ്ഞനന്തം മാഷോ മൂത്രമൊഴിക്കുമ്പോഴാണ് താൻ നിലനിൽക്കുന്നതെന്ന് തോന്നുന്ന വളരെ അവശനായ കുഞ്ഞനന്തം മാഷെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഗസ്തോൻ സാഹിബ്, ഷണ്ടനായ ഗസ്തോൻ സാഹിബ് അവസാനമാണ് അയാൾ മരിക്കുന്ന സമയത്താണ് അയാൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഞാനാര് നാണു നായര് എന്നൊക്കെ ചോദിച്ച മൂതന്റെ കഥയൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും ആ അസ്തിത്വവാദ കഥകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് മൂതൻ എഴുതിയതാണ്. മറ്റേ ഒരു കഥാപാത്രം എവിടെ ദൂരെ പോയിട്ട് വരുന്ന സമയത്ത് കാര്യസ്ഥനായ നാണു നായര് വിളിച്ചുകൊണ്ടുവരികയും ആ വീട്ടിലുള്ള ഓരോരുത്തരെയും പരിചയപ്പെടുത്തിയിട്ട് ഇത് നിന്റെ അമ്മായിയാണ്, ഇന്ന ആളാണെന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ട് പോകുന്ന സമയത്ത് ഇയാളോട് ഈ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണ് നാണു നായര് എന്ന് ചോദിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അയൽവക്കത്തെ സ്ത്രീയുടെ നഗ്നത ആസ്വദിക്കാനായിട്ട് ഒരു ഈച്ചയായിട്ട് മാറി കുളിമുറിയുടെ ഭിത്തിയിൽ ഇരുന്നിട്ട് ഒരു പല്ലി പിടിച്ച് ആ ദാരുണമായ അന്ത്യം സംഭവിക്കുന്ന ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ മെറ്റമോർഫോസിസ്, കാഫ്കയുടെ മെറ്റമോർഫോസിസ് എന്നൊക്കെ ഉൾക്കൊണ്ടിട്ട് എഴുതിയ കഥകളാണ്. പിന്നെ ഒടുക്കം കേശവന്റെ വിലാപം എന്നൊക്കെ പറഞ്ഞിട്ട് ചില പൊളിറ്റിക്കൽ നോവലുകളൊക്കെ എഴുതാനായിട്ട് മൂതൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആവിലായിലെ സൂര്യോദയം എന്നൊക്കെ പറഞ്ഞ് അത് യുവാക്കൾ ഭാങ്കും ഒക്കെ കഴിച്ച് തലമുടി നീട്ടി വളർത്തുന്ന നിഷേധത്തിന്റെ അടയാളമാണെന്ന് അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രം പ്രകാശനം ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ മൂതനെതിരെ പലപ്പോഴും തൊടുത്തു വിടാറുള്ള ഒരു വിമർശനം അദ്ദേഹം ഇവിടുത്തെ യുവാക്കളെ വഴിതെറ്റിച്ചു എന്നുള്ളതാണ്. ഒരു അരാജകത്വത്തിലേക്ക് നയിച്ചു തൻ്റെ കഥകളിലൂടെ എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ പല നോവലുകളും അങ്ങനെയുള്ള ഒരു രീതി. പക്ഷേ എനിക്ക് തോന്നുന്നു ആ നോവലുകളിലൊക്കെ ദാർശനിക മാനങ്ങൾ കുറവാണ്. മലയാള നോവലുകളിൽ പലപ്പോഴും വൈകാരികമായ അംശമാണ് കൂടുതൽ മുഴച്ചു നിൽക്കുന്നത്. ദാർശനികമായ നോവലുകൾ ഇപ്പോൾ OV വിജയൻ്റെ അങ്ങനെ ചില നോവലുകളിലൊക്കെ തന്നെ ആ ഒരു ഇത് കാണുന്നുണ്ട്, മിന്നലാട്ടം കാണുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഹെർമൻ ഹെസ്സയുടെ പോലെ, സിദ്ധാർത്ഥ പോലെയൊക്കെ തന്നെ അത് MT തന്നെ കാഥികൻ്റെ മണിപ്പുര പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ഒരാൾക്കും ഹെസ്സയുടെ പോലെ സിദ്ധാർത്ഥ പോലെ ഒരു നോവൽ എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്ന് MT കാഥികൻ്റെ മണിപ്പുരയിൽ വളരെ ദുഃഖിതനായിട്ട് പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു ദാർശനിക മാനങ്ങളുള്ള നോവലുകൾ മലയാള സാഹിത്യത്തിൽ, പ്രത്യേകിച്ച് നോവൽ സാഹിത്യത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പലപ്പോഴും കൃഷ്ണൻ നായർ എപ്പോഴും കൂടെ പറയാറുണ്ടായിരുന്നു. കാരണം കഥാപാത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ റസ്കോൾനിക്കോഫിൻ്റെ ആ മാനസിക വ്യാപാരം, അതുപോലെ തന്നെ കരമസൂ സഹോദരന്മാരിലെ ഓരോ കഥാപാത്രങ്ങൾ എടുത്തു നോക്കുക. ആ ഓരോ കഥാപാത്രങ്ങളുടെയും മാനസിക വ്യാപാരം എത്ര വ്യത്യസ്തമാണ്. വീണ്ടും വീണ്ടും നമ്മളെ വായിക്കാനായിട്ട് അത് പ്രചോദിപ്പിക്കും. ഇപ്പം മലയാളത്തിൽ ഒരു നോവലും രണ്ടാമതുള്ള വായനയ്ക്ക് നമ്മളെ പ്രേരിപ്പിച്ചു എന്ന് വരില്ല. ആ സമയത്ത് ഈ മറ്റ് നോവലുകൾ, മറ്റേ കസാൻ സാക്കീസിൻ്റെ ആണെങ്കിലും
മറ്റ് ഇംഗ്ലീഷ് നോവലുകൾ വായിക്കുമ്പോൾ ഓരോ പ്രായത്തിൽ വായിക്കുമ്പോൾ പുതിയ പുതിയ ഒരു ഡയമെൻഷൻ മനസ്സിലുണ്ടാവുന്നുണ്ട്. അത് മലയാള നോവലുകളിൽ ഇല്ല. കാരണം മലയാള എഴുത്തുകാർക്ക് അനുഭവങ്ങൾ കുറവാണ്. മിക്ക എഴുത്തുകാരെ നോക്കിയാൽ അവർ സേഫ്റ്റി സോണിലിരിക്കുന്ന ആളുകളാണ്. ഒരു അഡ്വഞ്ചറസ് ലൈഫല്ല. ആ സമയത്ത് കസാൻസാക്കിസിൻ്റെ ഒക്കെ ലൈഫ് നോക്കുമ്പോൾ അത് അഡ്വഞ്ചറസ് ആയ ഒരു ലൈഫാണ്. അദ്ദേഹം ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കി. ഇപ്പം എന്താണ് ക്രിസ്തുവിൻ്റെ ദർശനം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആഥോസ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലേക്ക് പോവാണ്. അവിടുത്തെ സന്യാസിമാരായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് പിന്നെ അദ്ദേഹം ജർമ്മനിയിലേക്ക് പോയപ്പോഴാണ് അദ്ദേഹം മറ്റേ നീക്ഷയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഉടനെ നീക്ഷയുടെ ഫിലോസഫി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അവിടെ അലഞ്ഞു തിരിഞ്ഞു. അതുപോലെ തന്നെ ലെനിനെയും ഒക്കെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ റഷ്യയിലേക്ക് പോയി. റഷ്യയിൽ അവിടെ അലഞ്ഞു തിരിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സെന്റ് ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് കേൾക്കണം. ഉടനെ ഇറ്റലിയിലേക്ക് പോയി. അസീസി ഗ്രാമത്തിൽ അലഞ്ഞു തിരിഞ്ഞു. അപ്പൊ അങ്ങനെ ജീവിതാനുഭവങ്ങൾക്ക് വേണ്ടി അലഞ്ഞു തിരിയുന്ന എഴുത്തുകാർ, ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള എഴുത്തുകാർ, അങ്ങനെയുള്ള എഴുത്തുകാരാണ് പലപ്പോഴും അവിടെ ഉണ്ടായിരുന്നത്. തൻ്റെ ജീവിതം എഴുത്തിന് വേണ്ടി അതായത് ത്യജിക്കുന്നവർ. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് ഈ ദാർശനിക നോവലുകൾ ഉണ്ടായിട്ടുള്ളത്. മറ്റത് പുസ്തകങ്ങൾ വായിച്ച് അതിലൂടെ രൂപപ്പെട്ട ചില സാഹിത്യ കൃതികളാണ്. അവർ ചിലപ്പോൾ ചോദിക്കും, അനുഭവം ഉള്ളവനാണ് മാത്രമാണോ നോവൽ എഴുതാൻ കഴിയുക? അനുഭവം ഉള്ളവനെ എഴുതാൻ പറ്റാറില്ലല്ലോ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. ശരിയാണ്, അനുഭവങ്ങൾ ഇല്ലാത്തവനും ചിലപ്പോൾ നോവൽ എഴുതിയെന്ന് വരാം. പക്ഷെ ആ നോവലുകൾക്ക് ആഴങ്ങൾ ഉണ്ടോ എന്നുള്ളത് അത് പറയേണ്ടത് വായനക്കാരനാണ്. മലയാള സാഹിത്യത്തിലെ ഒറ്റമരം പോലെ നിന്ന ഒരു എഴുത്തുകാരനാണ് എം സുകുമാരൻ. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കാൾ നിവർന്നു നിൽക്കുന്ന ഒരു കൃതിയാണ് ശേഷക്രിയ. അദ്ദേഹം അത് എഴുതുന്ന കാലത്ത് കേരളത്തിലെ സാമ്പ്രദായിക ഇടതുപക്ഷവും അതിനെ പിന്തുണക്കുന്ന സാഹിത്യ സമൂഹവും ആ കൃതിക്ക് നേരെ എതിരായി. പക്ഷെ ഇന്നും ശേഷക്രിയ ചർച്ച ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ ശേഷക്രിയ ബാക്കിയാക്കിയ ഒരുപാട് രാഷ്ട്രീയ സമസ്യകൾ, വ്യക്തിജീവിതത്തിലെ പ്രതിസന്ധികൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് അന്നത്തെ വായനാ സമൂഹം എങ്ങനെയായിരുന്നു ആ കൃതിയെ കണ്ടത്, എങ്ങനെയാണ് അതിനകത്തേക്ക് ഉള്ളടക്കം, ഒരു വ്യക്തിയും പ്രസ്ഥാനവും തമ്മിലുള്ള പിരിമുറുക്കങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ആ കൃതിയെ നിങ്ങൾ സമീപിച്ചത് എന്നൊന്ന് സംസാരിക്കാമോ? രാഷ്ട്രീയമായ കാഴ്ചപ്പാടിലൂടെ എഴുതിയ കഥകൾ മലയാളത്തിൽ കുറവാണ്. അതിൽ മുഖ്യമായ അങ്ങനെ ഒരു കഥകൾ എഴുതിയ എഴുത്തുകാരനാണ് എം സുകുമാരൻ. എം സുകുമാരൻ മാത്രമല്ല, പട്ടത്തുള കരുണാകരൻ അങ്ങനെയുള്ള കഥകൾ, രാഷ്ട്രീയ അംശം കലർന്ന കഥകൾ എഴുതിയിട്ടുള്ള ആളുകളാണ്. ഈ ഇതിൻ്റെ ശേഷക്രിയ എന്ന് പറഞ്ഞ ആ നോവല് പലപ്പോഴും കുഞ്ഞയ്യപ്പൻ അദ്ദേഹം ആ പാർട്ടിയുടെ കെട്ടുപാടുകളിൽ ജീവിക്കുകയും അവസാനം നിസ്സഹായനായി തീർന്ന് ആ ദാരിദ്ര്യമൊക്കെ ഏറ്റുവാങ്ങി തൻ്റെ മകൾക്ക് ഇട്ടുകൊടുത്ത ഊഞ്ഞാലിൽ ആത്മഹത്യയാണ്. ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹം എഴുതി വെച്ച ഒരു കത്തുണ്ട്. അതായത് പാർട്ടി എനിക്ക് വേണ്ടി സ്മാരകം നിർമ്മിച്ച് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുമ്പോൾ അത് പലപ്പോഴും ചേരികളുടെ സമീപം ആ വീട് വെച്ചു കൊടുക്കരുത്, അവൻ എൻ്റെ മകനായതുകൊണ്ട് പലപ്പോഴും അവൻ ചിലപ്പോൾ ചേരിയിലേക്ക് ഇറങ്ങിപ്പോയി അവരെ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളൊരു ഭാഗമുണ്ട് അതിൽ. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പലപ്പോഴും മറ്റേ സമ്പന്നനാവാനും ആദർശങ്ങൾ കളഞ്ഞു കുളിക്കുകയും ചെയ്യുകയും ആദർശമുള്ള പ്രസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകൾ തകർന്നടിയുകയും ചെയ്യുന്ന തൻ്റെ ജീവിതാനുഭവമാണ് സുകുമാരൻ ആ കഥയിൽ പറയുന്നത്. കാരണം AGS ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അവിടെ സമരം ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹം പുറത്താക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അമ്മ ചോദിച്ചു, നീ എന്തിനാണ് ഈ സമരത്തിന് പോയത്? അപ്പോൾ പറഞ്ഞു, ഞാൻ പിന്നിൽ നിൽക്കുകയായിരുന്നു, പക്ഷേ എൻ്റെ മുമ്പിലുള്ളവരൊക്കെ തന്നെ കൊഴിഞ്ഞു പോയപ്പോൾ ഞാൻ മുമ്പിലേക്കായി എന്ന് സുകുമാരൻ പറഞ്ഞു. ആണ് ആ ഒരു അവസ്ഥ. സത്യസന്ധനാവുമ്പോൾ പലപ്പോഴും ആ തകർച്ച നേരിടേണ്ട, അത് ആദർശമുള്ള ആളുകൾക്കെല്ലാം, രാഷ്ട്രീയത്തിൽ വരുന്ന ആദർശമുള്ള ആളുകൾക്കെല്ലാം ആ ഒരു തകർച്ച നേരിടേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരു തിരുത്തൂർ ജോർജ് മാഷുണ്ടായിരുന്നു. 22ാമത്തെ വയസ്സിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതാണ്. അദ്ദേഹം രാഷ്ട്രീയക്കാരനാവാനുള്ള കാരണം
അദ്ദേഹം ബോംബെയിൽ കറങ്ങുന്ന സമയത്ത് അവിടുത്തെ റെഡ് സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കുന്ന സമയത്താണ് മനുഷ്യന്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അങ്ങനെ കാണുന്നത്. അങ്ങനെ നാട്ടിൽ വന്ന് തൻ്റെ വിദ്യാഭ്യാസം ഒന്നും പൂർത്തിയാക്കാതെ അദ്ദേഹം നാട്ടിൽ വന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അന്നത്തെ ഫാദർ വടക്കനോടൊക്കെ തന്നെ രാഷ്ട്രീയമായി പ്രത്യയശാസ്ത്രപരമായി അദ്ദേഹം വാദങ്ങൾ ഉന്നയിക്കുകയും അതിനുവേണ്ടി തർക്കത്തിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, അതായത് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഗവേഷണം പോലെയാണ് എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൻ്റെ നിഴല് പോലും അതിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഇംഗ്ലീഷിൽ പറഞ്ഞ ആ വാക്ക് ഇപ്പോഴും ഞാൻ നോക്കണം. ഐ റോങ്ലി തോട്ട് ദാറ്റ് പൊളിറ്റിക്കൽ അരീന വാസ് ലൈക്ക് റിസർച്ച് അരീന ടു ഫൈൻഡ് ട്രൂത്ത്, പക്ഷേ ഐ ഡോണ്ട് ലൈക്ക് എ ഷാഡോ ഓഫ് ഇറ്റ്. അതിൻ്റെ നിഴല് പോലും, സത്യത്തിൻ്റെ ഒരു നിഴല് പോലും, സത്യം കണ്ടെത്താനാണ് ഞാൻ ശ്രമിച്ചത്, സത്യത്തിൻ്റെ നിഴല് പോലും അത് ഉണ്ടായില്ല എന്ന് അദ്ദേഹം മരിക്കണേന് ഒരു ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന, എൻ്റെ സുഹൃത്ത് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുണ്ടായിരുന്നു, അപ്പൊ ആത്മാർത്ഥതയുള്ളവന് എന്നും പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ അവന് ഏൽക്കുന്ന പരിക്കുകൾ, അതായിരുന്നു സുകുമാരൻ്റെ കഥകളിൽ ഉണ്ടായിരുന്നത്. അത് സത്യസന്ധനായ ഒരു രാഷ്ട്രീയ അവബോധമുള്ളവന് ഏറ്റ പരിക്കിൻ്റെ പ്രതിഫലനങ്ങളാണ് ആ കഥകളിലൂടെ, സുകുമാരൻ്റെ കഥകളിലൂടെ ഉണ്ടായത്. അങ്ങനെ ആത്മാർത്ഥമായ ഒരു രാഷ്ട്രീയ കഥകൾ മലയാള സാഹിത്യത്തിൽ ഉണ്ടായില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒറ്റമരമാണെന്ന് അനിൽ വിശേഷിപ്പിച്ച് വളരെ അന്വർത്ഥമാണ്.